ഗുഡ് മോർണിംഗ്. അപ്പം നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു ലിറ്റററി റണ്ണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അതിൽ 5 ബ്ലോക്സ് വരുന്നുണ്ട്, 5 ബ്ലോക്കുകൾ. ബ്ലോക്ക് 1 അണ്ടർസ്റ്റാൻഡിങ് പോയട്രി ആണ്. അതിലെ യൂണിറ്റ് 1 അണ്ടർസ്റ്റാൻഡിങ് പോയട്രി, ഹൗ ടു റീഡ് എ പോം എന്നുള്ളത്. ദെൻ യൂണിറ്റ് 2 ടൈപ്സ് ഓഫ് പോയട്രി, പോയട്രിക് ഡിക്ഷൻ, ഡിവൈസസ് ആൻഡ് നേച്ചർ. യൂണിറ്റ് 3 സോണറ്റ് 116 വില്യം ഷേക്സ്പിയറിൻ്റെ ആണ്. യൂണിറ്റ് 4 എ വാലഡിക്ഷൻ ഫോർ ബിലി മോർണിംഗ് ജോൺ റണ്ടെ. യൂണിറ്റ് 5 ഓഡ് ടു വെസ്റ്റ് വിൻഡ് ബിബി ഷുബീര്. അപ്പോൾ ബ്ലോക്ക് 1 സ്റ്റാർട്ട് ചെയ്യാണ്, അണ്ടർസ്റ്റാൻഡിങ് പോയട്രി. ശരിക്കും നമ്മളൊരു ലിറ്ററേച്ചർ സെക്ഷനിലേക്ക് എത്തുകയാണ് കേട്ടോ. 6 ബ്ലോക്കുകളുണ്ട്, ലെങ്തി ആയിട്ടുള്ള ഒരു സെമിനിയാണിത്. ബ്ലോക്ക് 1 അണ്ടർസ്റ്റാൻഡിങ് പോയട്രി, കവിതയെ കൂടുതൽ മനസ്സിലാക്കാം. അണ്ടർസ്റ്റാൻഡിങ് പോയട്രി എന്ന് പറഞ്ഞാൽ എന്താ? കവിതേനെ കൂടുതൽ മനസ്സിലാക്കാം. ഹൗ ടു റീഡ് എ പോം, എങ്ങനെയാണ് ഒരു കവിത വായിക്കാം. ഇപ്പോൾ ഡിസ്കഷൻ നോക്കാം. ഡു യു നോ വിച്ച് ഈസ് ദ ഷോർട്ടസ്റ്റ് പോം ഇൻ ദ വേൾഡ്? ചോദിക്കാം. നിങ്ങൾക്കറിയോ ലോകത്തിലെ ഏറ്റവും ചെറിയ കവിത ഏതാണെന്ന്? ഡു യു നോ ഹു റോട്ട് ഇറ്റ്? അതാരെ എഴുതിയെന്നറിയോ? ദ ഗ്രേറ്റസ്റ്റ് ഹെവി വെയ്റ്റ് ബോക്സർ ഓഫ് ഓൾ ടൈം മുഹമ്മദ് അലി റോട്ട് ഇറ്റ്. ബോക്സറായിരുന്ന, ഹെവി വെയ്റ്റ് ബോക്സറായിരുന്ന മുഹമ്മദ് അലിയാണ് അത് എഴുതിയിട്ടുള്ളതെന്ന് പറയാണ്. ബിഫോർ ഇൻട്രൊഡ്യൂസിങ് ദ പോം, ആ ഒരു കവിത ഏതാണെന്ന് പറയുന്നേക്കാൾ മുമ്പ് ലെറ്റ് മീ ടെൽ യു ദ ബാക്ക്ഗ്രൗണ്ട് ഫോർ ഇറ്റ്. ആ ഒരു കവിത മുഹമ്മദ് അലി ആ ചെറിയ കവിത എഴുതാനുള്ള കാരണം നോക്കാം. അലി വാസ് ഗിവിങ് എ മെസ്സേജ് ഓൺ ഫ്രണ്ട്ഷിപ്പ് ഇൻ 1975. 1975 ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദത്തെ പറ്റിയൊരു മെസ്സേജ് കൊടുക്കുകയാണ് അലി. എവിടെ? ഹാർവാർഡ്. വെൻ ഹി ഫിനിഷ്ഡ്, ആ മെസ്സേജ് കൊടുത്തതിന് ശേഷം ദ ഓഡിയൻസ് ഡിമാൻഡഡ് എ പോം ഫ്രം ഹിം. ഓഡിയൻസ് വന്നിട്ട് കവിത ചൊല്ലാൻ പറഞ്ഞു. ആൻഡ് ഹി അട്ടേർഡ് ദ പോം വിച്ച് ഈസ് സ്റ്റിൽ റിഗാർഡഡ് ആസ് ദ വേൾഡ് ഷോർട്ടസ്റ്റ് പോം. ആ സമയത്ത് അദ്ദേഹം ഒരു കവിത പാടി. അതാണ് ഏറ്റവും ചെറിയ കവിത എന്നറിയപ്പെടുന്നത്. എന്താ അദ്ദേഹം പറഞ്ഞേ? മീ വി, ഞാനും നിങ്ങളും. അതാണ് ഷോർട്ടസ്റ്റ് പോം കേട്ടോ. ജസ്റ്റ് ദോസ് 2 സിലബിൾസ്. ചെറുതാവാൻ കാരണം എന്താ? അതിൽ 2 സിലബിളുള്ളൂ. മീ എന്ന സിലബിളും വി എന്ന സിലബിളും വർ ഇനഫ് ടു കൺവേ ദാറ്റ് ഫ്രണ്ട്ഷിപ്പ് മീൻസ്. അതെന്നെയായിരുന്നു ഫ്രണ്ട്ഷിപ്പിൻ്റെ അർത്ഥം, ഞാനും നിങ്ങളും അല്ലേ. വി, മീ, വി അല്ലേ, ഞാൻ. പിന്നെ എന്താ അവിടെ? വി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ. ഞാൻ, മീ. വി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ. അപ്പോൾ അത്രയൊരു കണക്ഷൻ കാണിക്കുന്നത് കൊണ്ട് സൗഹൃദം എന്ന് വേണം അത് ഇനി ചെയ്യുന്നു. അപ്പോൾ അതാണ് ഏറ്റവും ലോകത്തിലെ ഏറ്റവും ഷോർട്ടസ്റ്റ് പോം ബൈ മുഹമ്മദ് അലി. എന്താണ്? മീ, ഞാൻ, വി, നമ്മൾ. ഓക്കെ. ഇറ്റ് ഈസ് ദ ട്രാൻസിഷൻ ഫ്രം ദ ഇൻഡിവിജ്വൽ സെൽഫ് മീ എന്ന ഞാൻ എന്ന ഒരു സെൽഫിൽ നിന്നുള്ള ഒരു ട്രാൻസിഷൻ ടു ദ പവർ ഓഫ് യൂണിറ്റി, ഒത്തൊരുമയിലേക്കുള്ള ഒന്നാണ് അല്ലേ. വി ആയിട്ട് മാറുമ്പോൾ ഒരു ഒത്തൊരുമയാണ് കാണിക്കുന്നത് അല്ലേ. വി ഓൺ അതർ ഹാൻഡ് വി ഹാവ് ലോങ് നെറേറ്റീവ്സ് കോൾഡ് എപ്പിക്സ്. അപ്പോൾ അതാണ് കവിതയുടെ പ്രത്യേകത. ഇത്ര ചെറിയ കവിതയുണ്ട്, വലിയ വലിയ എപ്പിക്സ്, ഇതിഹാസങ്ങളുണ്ട്, ലെങ്തി ആയിട്ടുള്ളത് അല്ലേ. ബോത്ത് ദീസ് ഫോംസ് കം അണ്ടർ ദ റണ്ണർ ഓഫ് പോയട്രി. ഈ ചെറിയ കവിത ആയിക്കോട്ടെ, എത്ര വലിയ കവിത ആയിക്കോട്ടെ, എല്ലാം വരുന്നത് എന്തിൻ്റെ കീഴിൽ തന്നെയാണ്? പോയട്രി എന്ന് പറഞ്ഞ ശാഖയുടെ കീഴിൽ തന്നെയാണ്. സോ വാട്ട് എക്സാക്ട്ലി ഈസ് പോയട്രി? അപ്പോൾ എന്താണ് പോയട്രി എന്ന് പറഞ്ഞാൽ? വാട്ട് മേക്സ് എ പോം? എങ്ങനെയാണ് കവിത ഉണ്ടാവുന്നത്? എ പോം, ഹൗ ഡു വി അണ്ടർസ്റ്റാൻഡ് എ പോം? നമുക്ക് എങ്ങനെ കവിത മനസ്സിലാവുക എന്നൊക്കെ ചോദ്യങ്ങൾ വരികയാണ് കേട്ടോ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഗീവ് എ ഡെഫിനിഷൻ ടു പോയട്രി. പോയട്രിക്ക് ഒരു ഡെഫിനിഷൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഫോർ ഏജസ്, കാലങ്ങളായിട്ട് റൈറ്റേഴ്സ് ഹാവ് ട്രൈ ടു ഡിഫൈൻ ഇറ്റ്. എഴുത്തുകാർ കവിതയ്ക്കൊരു ഡെഫിനിഷൻ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ലെറ്റ് us see a few interesting definitions. കുറച്ച് ഡെഫിനിഷൻസ് നമുക്ക് പഠിക്കാം. ആദ്യത്തേത് തോമസ് കെറൈലിൻ്റെ. തോമസ് കെറൈൽ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത് പോയട്രീനെ? പോയട്രി ഈസ് എ മ്യൂസിക്കൽ തോട്ട്. ഒരു സംഗീതപരമായ ചിന്തയാണ് കവിത എന്ന് പറഞ്ഞു. വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞതാണ് ഇതുവരെയുള്ളതിൽ ഏറ്റവും എനിക്ക് ഫേവറേറ്റ് ആയി തോന്നിയിട്ടുള്ള ഒരു പോയട്രിയുടെ ഡെഫിനിഷൻ. ഫേമസ് ആണത്. പോയട്രി ഈസ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി. പോയട്രി എന്ന് പറയുന്നത്, കവിത എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള, ഒരു സ്റ്റോപ്പും ഇല്ലാതെ സ്പോണ്ടേനിയസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന ഒന്നാണ്. എന്തിൻ്റെ? പവർഫുൾ ആയിട്ടുള്ള ഫീലിങ്സിൻ്റെയും ഇമോഷൻസിൻ്റെയും വളരെ ശ്രദ്ധയോടെ റീകളക്ട് ചെയ്ത് ഇതാണത്. ഓക്കെ. ഇനി ഷെല്ലി എന്താ പറഞ്ഞത്? ഷെല്ലിയുടെ ഡെഫിനിഷൻ എന്താ? പോയട്രി ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് ഇമാജിനേഷൻ. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇമാജിനേഷൻ ഉണ്ടല്ലോ, സങ്കല്പിക്കുന്നത്, അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് പോയട്രി എന്ന്. എഡ്ഗർ അലൻ പോ എന്താ പറഞ്ഞത്? പോയട്രി ഈസ് ദ റിത്തമിക്കൽ ക്രിയേഷൻ ഓഫ് ബ്യൂട്ടി. ബ്യൂട്ടിയുടെ റിത്തമിക്കൽ ക്രിയേഷനാണ് കവിത എന്ന് പറഞ്ഞു. റോബർട്ട് ഫ്രോസ്റ്റ് എന്താ പറഞ്ഞത്? പോയട്രി ഈസ് വെൻ ആൻ ഇമോഷൻ ഹാസ് ഫൗണ്ട് ഈസ് തോട്ട്സ് ആൻഡ് ദ തോട്ട് ഹാസ് ഫൗണ്ട് ദ വേർഡ്സ്.
കവിത എന്ന് പറയുന്നത് എപ്പോഴാണോ നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻസിന് ചിന്തകളെ കണ്ടെത്താൻ പറ്റുന്നത്, അതുപോലെ ചിന്തകൾക്ക് വാക്കുകളെ കണ്ടെത്താൻ പറ്റുന്നത്, അതാണ് കവിത. വില്യം ഹാസ്ലിറ്റ് എന്താ പറഞ്ഞത്? പോയട്രി ഈസ് ഓൾ ദാറ്റ് ഈസ് വർത്ത് റിമെമ്പറിങ് ഇൻ ലൈഫ്. നമ്മുടെ ഓർമ്മ, ജീവിതത്തിലൊരു സംഭവങ്ങളെയുള്ള ഓർമ്മയാണ് എന്ത്? കവിത. ടെറി ഈഗിൾട്ടൺ എന്താ പറഞ്ഞത്? പോയം ഈസ് എ ഫിക്ഷണൽ, അതൊരു സാങ്കല്പികമാണ്. വെർബലി ഇൻവെൻറ്റീവ്, ഇപ്പോൾ വാക്കുകൾ കൊണ്ട് പിന്നെയും ഉണ്ടാക്കാം. എ മോറൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടത്, വിച്ച് ഈസ് ദ ഓദർ റാദർ ദാൻ പ്രിൻറ്റഡ് ഓർ വേർഡ് പ്രോസസ്. അതിനൊരു ഓദർ വേണം, അത് പ്രിൻറ്റ് ചെയ്യാവുന്നതോ വേർഡ് പ്രോസസ്സറോ അല്ല. ഹു ഡിസൈഡ്സ് വെർ ദ ലൈൻ ഷുഡ് എൻഡ്. ആ ഓദർ, എഴുതുന്ന ആളാണ് തീരുമാനിക്കുക എവിടെയാണ് വരികൾ അവസാനിക്കേണ്ടതെന്ന്. അടുത്ത ഖലീൽ ജിബ്രാൻ്റെയാണ്. ഖലീൽ ജിബ്രാൻ എന്ന് പറഞ്ഞാൽ പോയട്രി ഈസ് എ ഡീൽ ഓഫ് ജോയ്. പോയട്രി എന്ന് പറയുന്ന ഒരു ഡീല് പോലെയാണ്. എന്ത്? സന്തോഷവും സങ്കടവും വണ്ടറും ഉണ്ടാവും, അതിൽ അത്ഭുതവും ഉണ്ടാവും. വിത്ത് എ ക്ലാഷ് ഓഫ് ഡിക്ഷണറി. അവിടെ ഒരു ഡിക്ഷണറിയുടെ ക്ലാഷ് തന്നെ വരും. ഓക്കെ, അടുത്തത് ഒറിജിൻ ഓഫ് പോയട്രി എന്ന് പറഞ്ഞ സെക്ഷനാണ്. ഒറിജിൻ ഓഫ് പോയട്രി നമുക്ക് നോക്കാം. ഒറിജിൻ ഓഫ് പോയട്രി നോക്കുമ്പോൾ ടു ഐഡൻറ്റിഫൈ ദ ഏർലിയസ്റ്റ് ഫോം ഓഫ് പോയട്രി ഇസ് ടാസ്ക് എന്നാണ് കവിത തുടങ്ങിയത്. അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറയാണ്. ആസ് ഒറിജിൻ ഓഫ് പോയട്രി ഡേറ്റ്സ് ബാക്ക് ടു ആൻറ്റിക്വിറ്റി. ഒരുപാട് കാലം മുന്നാണ് അല്ലേ. പോയട്രി എക്സിസ്റ്റഡ് ഇൻ എ ഓറൽ ഫോം. ആദ്യം കവിതയ്ക്ക് എഴുത്തുരൂപം ഉണ്ടായിരുന്നില്ല, അത് വായിലൂടെ മാത്രമായിരുന്നു. ഫോം ഫ്രം പ്രീ ഹിസ്റ്റോറിക് ടൈംസ് ഇറ്റ്സെൽഫ്. അങ്ങനെ ഇതിൻ്റെ തുടക്കം. ദ ഏൻഷ്യൻ്റ് സുമേറിയൻ പോവം. അപ്പോൾ ആദ്യത്തെ ഒരു സുമേറിയൻ പോവം വരുന്നത് എപ്പിക് ഓഫ് ഗിൽഗമേഷ് ആണ്. അണ്ടർലൈൻ ചെയ്യണം, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ശരിക്കുള്ള ഇംഗ്ലീഷിൻ്റെ ലിറ്ററേച്ചർ സെക്ഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. സോ ആദ്യത്തെ പോവം എന്താണ്? എപ്പിക് ഓഫ് ഗിൽഗമേഷ്. സോ ഫസ്റ്റ് പോയട്രി എന്ന് പറയുന്നത് എന്താ? എപ്പിക് ഓഫ് ഗിൽഗമേഷ്. അത് സുമേറിയൻ ആണെന്ന് പഠിക്കുക. ഈ സൈറ്റഡ് ആസ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് പോയട്രി. അതായിരിക്കാം ഒരു പക്ഷേ ഏറ്റവും പഴയൊരു കവിത എന്ന് പറയുന്നത്. കാലഘട്ടം എന്താ? ഡേറ്റിംഗ് ബാക്ക് ടു 1800 BCE. ഇന്ത്യൻ വേദാസ്, ഇന്ത്യയിലെ വേദങ്ങൾ ഡേറ്റിംഗ് ബാക്ക് ടു, അതിൻ്റെ ബാക്ക് എന്ന 1700 to 1100 BCE. ഇന്ത്യൻ എപ്പിക്സ് ആയിട്ടുള്ള, ഇന്ത്യൻ എപ്പിക്സ് ഏതാണ് ഇവിടെ പറയുന്നത്? മഹാഭാരത, രാമായണ, അതേതാണ്? ഡേറ്റിംഗ് ബാക്ക് ടു 400 to 100 BCE ആർ അതർ ഏർലിയസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് ദ പോംസ്. അപ്പോൾ ഈ പേരുകൾ പഠിച്ചു വയ്ക്കുക. ദ ടെക്സ്റ്റ് വെർ പാർട്ട് ഓഫ് ഓറൽ ട്രഡീഷൻ. ഇതൊന്നും ആദ്യം എഴുതിപ്പെട്ടിരുന്നില്ല, എല്ലാം ഓറൽ ട്രഡീഷൻ്റെ ഭാഗമായിരുന്നു. ഇവഞ്ച്വലി പിന്നീട് ദേ വേർ റിട്ടൺ ഡൗൺ, അവ എഴുതിയെടുത്തു. ദ വേർഡ് പോയട്രി കംസ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് പോയറ്റസ്. സോ പോയറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ് പോയട്രി എന്ന് പറഞ്ഞ വാക്ക് വന്നത്. മീനിങ് എന്താണ്? പോയറ്റിക്സ് ക്രിയേറ്റർ, ഉണ്ടാക്കിയ ആൾ, ക്രിയേറ്റർ എന്നാണ് അർത്ഥം. Therefore a poet is a creator. പോയറ്റ് എന്ന് പറയുന്നത് ആരാണ്? ക്രിയേറ്ററാണ്. who makes poems with her imaginative power. എങ്ങനെയാണ് പോയറ്റ് കവിതകൾ ഉണ്ടാക്കുന്നത്? അദ്ദേഹത്തിൻ്റെ സങ്കല്പിക്കാനുള്ള കഴിവ് ഉപയോഗിച്ചിട്ടാണ്. and transports the readers to imaginary world of poetry. എന്നിട്ട് വായനക്കാരെ കവിതയുടെ ഒരു സാങ്കല്പിക ലോകത്തേക്ക് കൊണ്ടുപോകും. പോയട്രി ബി ലിറിക്കൽ. പോയട്രി എന്തായിരിക്കാം? വ്യക്തിപരമായിട്ടുള്ള ലിറിക്കൽ കവിതകളായിരിക്കാം. ഇൻട്രോസ്പെക്റ്റീവ്, അതായത് വായനക്കാരെ ചിന്തിപ്പിക്കുന്നതായിരിക്കാം. ഓർ റിക്കൗണ്ട് നെറേറ്റീവ്സ്, കഥകളും ആയിരിക്കാം. ഇറ്റ് ക്യാൻ ബി ഫിലോസഫിക്കൽ, അത് തത്വശാസ്ത്രപരമായിരിക്കാം. ഇമോഷണൽ, ഫീലിങ്സോട് കൂടിയായിരിക്കാം. അല്ലെങ്കിൽ സെൻറ്റിമെൻറ്റ്സും ആയിരിക്കാം. ഇറ്റ് ഈസ് എ വേ ഓഫ് കണക്റ്റിംഗ് മോർ ഡീപ്ലി വിത്ത് വൺ സെൽഫ്. സ്വയം ഒരു വ്യക്തിനെ കണക്ട് ചെയ്യുന്ന, ആഴത്തിൽ കണക്ട് ചെയ്യുന്ന ഒന്നും കൂടിയാണ് എന്ത്? കവിത. ത്രൂ ദ മീഡിയം ഓഫ് ലാംഗ്വേജ്. എന്തുപയോഗിച്ചിട്ട്? ഭാഷ ഉപയോഗിച്ചിട്ട്. പോയറ്റ്സ് എൻജോയ് പോയറ്റിക് ലൈസൻസ്. കവികൾക്ക് എന്തുണ്ട്? ഒരു ലൈസൻസ് ഉണ്ട്, അതിനെയാണ് പോയറ്റിക് ലൈസൻസ് എന്ന് പറയുക. ടു ക്രിയേറ്റ് എ ഡിസയേർഡ് ഇഫക്റ്റ്. അതുകൊണ്ട് എന്ത് പറ്റും? ഒരു ഡിസയേർഡ് ആയിട്ടുള്ള, അവർ ആഗ്രഹിക്കുന്ന ഇഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ, എന്താണ് പോയറ്റിക് ലൈസൻസ് എന്ന് പറഞ്ഞാൽ? ഒരു കവിക്ക് മാത്രമുള്ളതാണ് പോയറ്റിക് ലൈസൻസ്. എൻ്റെ ഡെഫിനിഷനാണ്, അണ്ടർലൈൻ ചെയ്യുക. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ലിംഗ്വിസ്റ്റിക് ഫ്രീഡം. കവിക്ക് തൻ്റെ ഇഷ്ടത്തിന് ഭാഷ ഉപയോഗിക്കാമെന്നുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തെയാണ് പോയറ്റിക് ലൈസൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ലിംഗ്വിസ്റ്റിക് ഫ്രീഡം ദ പോയിറ്റ്സ് ഹാവ്. കവികൾക്ക് മാത്രമേ ഉള്ളൂ അത്. ടു ഡിസ്റ്റോർട്ട് ലിറ്ററൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ട്രൂത്ത്. സാഹിത്യപരമായ, ചരിത്രപരമായ സത്യങ്ങൾ പറയാനുള്ള. ഇൻ ഓർഡർ ടു പ്രസൻറ്റ് എ പോയറ്റിക് ട്രൂത്ത്. അതെപ്പോൾ ഒരു പോയറ്റിക് ട്രൂത്ത് പ്രസൻറ്റ് ചെയ്യാനുള്ളതായിരിക്കണം.
വിച്ച് ഓഫൺ സ്റ്റെംസ് ഫ്രം ദെയർ ഇമാജിനേഷൻ. അത് അവരുടെ സങ്കല്പത്തിൽ നിന്ന് വന്നതായിരിക്കണം. ക്ലിയർ ആണോ? ആ ഡെഫിനേഷൻ പഠിക്കുക കേട്ടോ. ഇനി ലെറ്റ്സ് ലുക്ക് അറ്റ് സർട്ടൺ കോമൺ റെക്കഗ്നൈസബിൾ ഫീച്ചേഴ്സ് ഓഫ് പോയട്രി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കവിതയുടെ ഫീച്ചേഴ്സാണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇത് മറ്റ് റണ്ണേഴ്സിനില്ല, അത് വ്യത്യസ്തമാണ്. കവിതയ്ക്ക് മാത്രമുള്ള ഫീച്ചേഴ്സ്, പ്രത്യേകതകളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഫീച്ചർ എന്താ? ലാംഗ്വേജ് ഓഫ് പോയട്രി. കവിതയുടെ ഭാഷ എങ്ങനെയായിരിക്കണം? പോയട്രി മേക്സ് യൂസ് ഓഫ് കണ്ടൻസ്ഡ് ലാംഗ്വേജ്. എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളൊരു ഭാഷയാണ് കവിതയിൽ. ദാറ്റ് ഈസ്, അതിനർത്ഥം എന്താ? ഇറ്റ് മേക്സ് യൂസ് ഓഫ് ഫ്യൂവർ വേർഡ്സ്. കുറച്ച് വാക്കുകൾ ഉപയോഗിക്കും. ടു എക്സ്പ്രസ് എ തോട്ട്, ഒരു ചിന്തേനെ പ്രകടമാക്കാൻ. വെൻ കമ്പയർഡ് ടു പ്രോസ്. ഇൻ ദ ലാംഗ്വേജ് ഓഫ് പോയട്രി, കവിതയുടെ ഭാഷയിൽ എവരി കോമ്പണൻറ്റ്, ഓരോ ഘടകവും, ഇറ്റ്സ് ഓർഡർ, അതിൻ്റെ ഓർഡർ, അതിൻ്റെ പോസ്, അതായത് നിർത്തുന്നത്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഈച്ച് വേർഡ് ഈസ് പർപ്പസ്ഫുള്ളി പാറ്റേൺ. എല്ലാം അത് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ള രീതിയിലാണ് പാറ്റേൺ ആക്കിയിട്ടുള്ളത്. ടു ക്രിയേറ്റ് മീനിങ്, അർത്ഥം ഉണ്ടാക്കാൻ. ഓൾദോ കണ്ടൻസ്ഡ് ആണെങ്കിലും ലാംഗ്വേജ് ഓഫ് പോയട്രി ഓൾവേസ് മീൻസ് മോർ ദാൻ ദാറ്റ് ഓഫ് പ്രോസ്. എന്തായാലും പ്രോസിനേക്കാളും കൂടുതൽ പ്രധാനം തന്നെയാണ് പോയട്രിയുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓപ്പൺ ടു ഇൻ്റർപ്രിട്ടേഷൻ. പലപ്പോഴും നമുക്ക് ഒരു കവിത വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ അതിനർത്ഥം കണ്ടെത്താം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ വായനക്കാരൻ്റെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കാം. അതാണ് ഓപ്പൺ ടു ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു പോയിന്റ്, റിച്ച് ഇൻ ലിറ്റററി ഡിവൈസസ്. അതിൽ ഒരുപാട് ലിറ്റററി ഡിവൈസസ് വരും. പോയിറ്റ്സ് യൂസ് സർട്ടൺ ടെക്നിക്സ്. പല ടെക്നിക്കുകൾ ഉപയോഗിക്കും. ടു കൺവേ ഇംപ്ലൈഡ് മീനിങ്. അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥം ഇതാക്കാനായിട്ട്. ഏതൊക്കെയാണ് ലിറ്റററി ഡിവൈസ് ഉപയോഗിക്കുന്നത്? അലിട്രേഷൻ ഉപയോഗിക്കും, അസോണൻസ് ഉപയോഗിക്കും, സിമിൽ ഉപയോഗിക്കും, മെറ്റഫർ, ഇമേജ്, സിംബൽ, റിത്തം, റൈം, പെർസോണിഫിക്കേഷൻ, ഹൈപ്പർബോളെ. അപ്പം നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ്, ഫോർ എക്സാമ്പിൾ, വേർഡ്സ്വർത്ത് ഈസ് വൺ ഓഫ് ഹിസ് ലൂസി പോവംസ് ഡിസ്ക്രൈബ് ലൂസി ആസ് a violent by a soamy stone half hidden from the eye, fair as a star when only one is shining in the sky. She dwelt among the untrodden ways. This shows how the use of imagery make a poem. ഒരു ഇമേജാണ് ഈ കവിതയിൽ മൊത്തം, അല്ലേ? അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമേജസ് ആണ്. സിമിലർലി റൈം, മീറ്റർ ഒക്കെ നമുക്ക് ആസ്തറ്റിക് ആയിട്ടുള്ള പ്ലഷർ ഈ കവിതയിൽ നൽകുന്നുണ്ട്. മ്യൂസിക്കൽ ക്വാളിറ്റി ഉണ്ട് ഇതിന്, അല്ലേ? റൈം ഉണ്ട്, റിത്തം, മീറ്റർ ക്രിയേറ്റ് എ റിത്തമിക് ബ്യൂട്ടി ദാറ്റ് വിൽ അട്രാക്ട് പീപ്പിൾ. ഹവർ ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് എ പോം മസ്റ്റ് ബി എ മ്യൂസിക്കൽ ക്വാളിറ്റി ഉണ്ടാവുമെന്ന് നിർബന്ധവുമില്ല. സംടൈംസ് ഇറ്റ് ക്യാൻ ബി അഗ്രസീവ്ലി പ്രോസൈക്ക്. ഫോർ എക്സാമ്പിൾ, D.H. ലോറൻസിൻ്റെ ടു വുമൺ ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ്. ഇത് കവിതയാണെങ്കിലും വായിക്കുമ്പോൾ ഒരു പ്രോസ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഒരു ലിറ്റററി ഡിവൈസസ് ഒക്കെ എന്താണ്, കവിതയുടെ മാത്രം പ്രത്യേകതയാണ്. അപ്പോൾ എന്താണ് അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു കവിതയിൽ കൺസോണൻറ്റ് സൗണ്ട്സ് ഒരു വരിയിൽ പിന്നെയും എന്താണ് കൺസോണൻറ്റ് സൗണ്ട്സ്? A-E-I-O-U വവൽ സൗണ്ട്സ് ആണ്. അത് കഴിഞ്ഞ് വരുന്ന എല്ലാ സൗണ്ടും എന്താണ്? കൺസോണൻറ്റ് സൗണ്ടാണ്. ഒരു വരിയിലെ കൺസോണൻറ്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ അതാണ് അലിട്രേഷൻ. അതുപോലെ തന്നെ ഒരു വരിയിൽ വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ അതാണ് അസോണൻസ്. എന്താ സിമിലി? രണ്ട് വസ്തുക്കളെ കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ അതിൽ ആസ് എന്നോ ലൈക്ക് എന്നോ എന്ന് പറഞ്ഞ വാക്കുണ്ടെങ്കിൽ അത് സിമിലി. രണ്ട് വസ്തുക്കളെ കമ്പയർ ചെയ്യുമ്പോൾ ആസ് എന്നോ ലൈക്ക് എന്നോ ഉള്ള വാക്കില്ല എങ്കിൽ അത് മെറ്റഫർ. ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ? വിഷ്വൽ ഇമേജും ഓഡിറ്ററി ഇമേജൊക്കെ ഉണ്ട്. കണ്ണിന് നമുക്ക് ആ കവിത വായിക്കുമ്പോൾ കണ്ണിൽ കണ്ട പോലെ തോന്നുന്ന ഇമേജ് ആണെങ്കിൽ, കണ്ണിന് ഐസിനുള്ളതാണെങ്കിൽ അത് വിഷ്വൽ ഇമേജും, അത് ഇയേഴ്സ് ചെവിക്കുള്ളതാണെങ്കിൽ ഓഡിറ്ററി ഇമേജുമാണ്. സിംബൽ എന്ന് പറഞ്ഞാൽ പ്രതീകമാണ്. ഇപ്പോൾ ഡൗ, DOVE ഡൗ, അതെന്തിൻ്റെ പ്രതീകമാണ്? പീസ്, സമാധാനത്തിൻ്റെ. എന്താ റിത്തം എന്ന് പറഞ്ഞാൽ താളം, റൈം, ഈണം. ദെൻ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ജീവനില്ലാത്ത വസ്തുവിനെ ജീവനുള്ള വസ്തുവിൻ്റെ ഗുണങ്ങൾ കൊടുക്കും കവി ചിലപ്പോൾ, അതാണ് പേഴ്സോണിഫിക്കേഷൻ. ഹൈപ്പർബോളെ എന്ന് പറഞ്ഞാൽ എന്താ? എക്സാഗറേഷനാണ്. ഒരു ചെറിയ കാര്യത്തെ പെരുപ്പിച്ച് പറയുക, എക്സാഗറേറ്റഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്? ഹൈപ്പർബോളെ. ഇതൊക്കെ ലിറ്റററി ഡിവൈസസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.